വാഴയുടെ ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സദ്യ. വെൽക്കം ടു വാഴസദ്യ സീരീസ് എപ്പിസോഡ് നമ്പർ 4. കൂമ്പുകൊണ്ട് തോരനും കൊണ്ടാട്ടവും, പിണ്ടുകൊണ്ട് പച്ചടിയും പുളിങ്കറിയും, കായയുടെ തൊലി കൊണ്ട് തൊടുകറിയും, പച്ചക്കായ എരിശ്ശേരി നമ്മൾ ഉണ്ടാക്കിയല്ലോ. ഇന്നിപ്പോൾ നേന്ത്രപ്പഴം എടുക്കാം. ചെറുതായിരിഞ്ഞ നേന്ത്രപ്പഴം ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ട തൈരും ആവശ്യത്തിന് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്ത് താളിച്ചൊഴിച്ചാൽ പഴം കാച്ചിയ മോര് റെഡി. ഇനി പ്രഥമന്റെ റെസിപ്പി ജഗദീഷേട്ടൻ പറഞ്ഞു തരും. നേന്ത്രക്കായ എടുത്ത് ചെറുതായിട്ട് നുറുക്കുക. എങ്ങനെ തൊലിയോടെ? തൊലി കളഞ്ഞേക്ക്. എന്നിട്ട് 1 കിലോ നെയ്യ്, 2 കിലോ ശർക്കര, എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടി എടുക്കുക. തേങ്ങാപ്പാലെടുത്തൊഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക. ഏലം, ചുക്ക്, ഗ്രാമ്പ് ഇവ സമാസം. നേന്ത്രപ്പഴ പ്രഥമൻ. അങ്ങനെ പ്രഥമനും റെഡി. ഇനിയപ്പോൾ നാളെ കാണാട്ടോ.